വെൽക്കം ടു ലൂമിയ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും, ക്ഷമിക്കുക. ഈ ഒരു ഡ്രസ്സ് കണ്ട സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് അതിൻ്റെ ട്യൂട്ടോറിയൽ ഇടുമെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇല്ല, കട്ടിങ് വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് മുണ്ട് വെച്ചിട്ടാണ്, ഡബിൾ മുണ്ടാണത്. അപ്പോൾ അതൊന്ന് 4 ആക്കി ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 ആക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഷോൾഡർ വന്നിട്ട് 6.5 ആണ്. മെഷർമെൻറ്റിട്ട് വരുന്നത് 7 ആണെങ്കിലും ഞാൻ എടുക്കുന്നത് 6.5 ആണ്. കാരണം എൻ്റെ ഷോൾഡർ കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ഷോൾഡറാണ്. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് സ്ലീവാണ്. ഷോൾഡറിൽ നിന്ന് എത്രയാണോ നിങ്ങൾക്ക് സ്ലീവ് വേണ്ടത് അത്രയും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ആ ഒരു ഷോൾഡറിൻ്റെ ചെരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ആ ഒരു ഷോൾഡറിന് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ഒരു 1/2 ഇഞ്ച് അത് കൂട്ടി ആ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു 2 ഇഞ്ചിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷോൾഡറിന് സാധാരണ നമ്മൾ കൊടുക്കുന്ന ആ ഒരു 1/2 ഇഞ്ചും പിന്നെ ആ ഒരു 1/2 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ചിലേക്കൊരു വര വരച്ചു കൊടുക്കുക. പിന്നെ മാർക്ക് ചെയ്യുന്നത് നെക്കാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഒരു വി നെക്കാണ്. ഫ്രണ്ട് നെക്കിന് ഞാൻ 7 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വരച്ചതിന് ശേഷം വി നെക്ക് മാർക്ക് ചെയ്തെടുക്കുക. നെക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ചോ ക്യാൻവാസ് വെച്ചോ ചെയ്യാം. ക്യാൻവാസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിക്ക് നിൽക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുക. ബാക്ക് നെക്ക് ഞാനൊരു 3 ഇഞ്ചിൽ ചെറിയൊരു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് വി ആയതുകൊണ്ട് തന്നെ ബാക്ക് ഒരു 3 ഇഞ്ച് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ മാർക്ക് ചെയ്യുന്നത് ആം ഹോളാണ് കേട്ടോ. ആം ഹോൾ ആ ഒരു ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴോട്ടാണ് എടുക്കേണ്ടത്. 6.5 ഇഞ്ചാണ് ആം ഹോൾ വരുന്നത്. അതിനുശേഷം ചെയ്യുന്നത് നമ്മുടെ ബസ്റ്റ് അളവ് പ്ലസ് സീം അലവൻസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ അളവ് അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. വീതി കൂടിയാലും കുഴപ്പമില്ല, കാരണം ലൂസായിട്ടുള്ളൊരു ഡ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് കൈക്ക് എത്ര താഴെ എത്ര വീതി വേണം എന്നുള്ളതാണ് കൊടുക്കുന്നത്. അത് പ്ലസ് സീം അലവൻസ് ഇടണം. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യുക. എത്രയാണോ നിങ്ങൾക്ക് ലൂസ് വേണ്ടത് അത്രയും മാർക്ക് ചെയ്യുക. ഒരുപാട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് ആം ഹോളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആം ഹോളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് കൈ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രെയിറ്റ് പോയിന്റിൽ നിന്നും ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച്, നിങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് കയറി നിൽക്കണ്ട എന്നാണെങ്കിൽ ഒരു 2 ഇഞ്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ മുകളിലേക്കൊരു ലൈന് കൊടുക്കുക, ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ മാർക്കിംഗ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരച്ചു കൊടുത്താലാണ് ആ ഒരു കൈയിൻ്റെ താഴെ ഭാഗം നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു സൈഡ് തൂങ്ങി നിൽക്കും. അപ്പോൾ 2-3 ഇഞ്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. താഴോട്ട് ഒരുപാട് ഷേപ്പ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഒരു കഫ്താൻ ടൈപ്പ് ഡ്രസ്സാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ഷേപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയുള്ള തുണി എത്രയാണോ അത്രയും ജസ്റ്റ് ഒരു ഷേപ്പാക്കി വരച്ചാൽ മതി. കറക്റ്റ് അളവിന് ഫിറ്റിന് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ഡ്രസ്സിന്. ഓക്കെ, ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കും ഫ്രണ്ടും വേറെ വേറെ വേണം കട്ട് ചെയ്യാൻ. അത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നെക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഡ്രസ്സിന് നിങ്ങൾക്ക് ലൈനിങ് വെച്ചും ചെയ്യാം അല്ലാതെയും ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന തുണി ഏതാണോ അതിനനുസരിച്ചിട്ട് ലൈനിങ് വെച്ചും വെക്കാതെയും ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് വെക്കുന്നതും കട്ട് ചെയ്യുന്നതും സെയിം രീതി തന്നെയാണ്. ഈ ഒരു പീസ് വെച്ചിട്ട് അതേപോലെ തന്നെയാണ്
ലൈനിങ് കട്ട് ചെയ്ത് വരുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയത്, ആം ഹോള് മാർക്ക് ചെയ്തതിന് ശേഷം സീം അലവൻസ് ഇടേണ്ടതാണ് കേട്ടോ. ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ സീം അലവൻസ് ഇടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എംബ്രോയ്ഡറിയോ ഫാബ്രിക് പെയിൻറ്റിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിതിൽ ചെയ്തിട്ടുള്ളതൊരു സിമ്പിൾ ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. നോർമൽ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.